രാജു വധക്കേസില് ജഗൻ അറസ്റ്റ് ചെയ്ത് കയറ്റി. ജഗനെ അറസ്റ്റ് ചെയ്തെന്നു? ഏത് വകുപ്പിലാണ് അറസ്റ്റ് ചെയ്തത്? മനസ്സിലായടാ കരുണാകരാ. എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? ഇളിക്കുവടാ, ഇളിക്കും. ജഗനെയും കൊണ്ട് വന്ദനാറാണി ACPയുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നെന്ന് കേട്ടപ്പോഴേ എനിക്ക് പന്തികേട് മണത്തതാ. പക്ഷെ സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ വിലങ്ങിട്ട് പൂട്ടിക്കാനാണെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ അത് ചെയ്യും, അവളെ അത് ചെയ്യൂ. എടി, വഴിവിട്ട് നടക്കുന്നവളാ വന്ദന. ഈ കുടുംബത്തെ മുച്ചൂട് മുടിക്കുകയാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി കുറുപ്പിനെ കരുതേച്ച് തറ പറ്റിക്കാനാ അവളുടെ പുറപ്പാട്. ആ സത്യം ഞാൻ പറഞ്ഞപ്പോ പരമ പുച്ഛമല്ലായിരുന്നോടി നിനക്ക്? നൊന്തുപെറ്റ കുഞ്ഞിനെ അകത്താക്കിയപ്പോഴെങ്കിലും നിനക്കത് ബോധ്യായോ? വാടക വീട്ടിലേക്കെന്നും പറഞ്ഞ് തലവെച്ച വഴിക്ക് പോയവളല്ലേ? അവളെ കൊണ്ടുവന്ന് കുടിയിരുത്താതെ നിനക്ക് വെള്ളം ഇറങ്ങില്ലായിരുന്നല്ലോ. തിരിച്ചു വന്നത് മഹാലക്ഷ്മിയല്ല, മൂദേവിയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? വണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കാതെ ജഗനെ പോയി ഇറക്കാൻ നോക്കണം. എന്റെ മോനവൻ, അവനെ ഞാൻ ഇറക്കിയിരിക്കും. അതിനുവേണ്ടി ലക്ഷങ്ങൾ എറിയേണ്ടി വന്നാലും ശരി. എന്തിന് ലക്ഷങ്ങളാക്കുന്നു? കോടികൾ തന്നെ എറിയടാ. ആവശ്യമുള്ള പണം ഞാൻ തരും. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. ജഗൻ രക്ഷപ്പെട്ടു വന്നാൽ ഇനി വന്ദനയുടെ മുഖം പോലും അവൻ കാണരുത്. അവളെ ഈ നാട്ടിൽ നിന്ന് തന്നെ നാട് കടത്തിയിരിക്കണം. ഡോക്ടറെ സ്വാധീനിച്ച് കള്ളം പറയിപ്പിച്ചു. മിണ്ടാ പ്രാണിക്ക് പണം എറിഞ്ഞ് അറസ്റ്റും ചെയ്യിപ്പിച്ചു. യഥാർത്ഥ കുറ്റവാളി വന്നു. ഇനി നിങ്ങൾക്ക് പോവാം. ജഗനാണ് അയാളെ കൊന്നത്, നീയല്ല. വിനോട്ട, കുറ്റം ചെയ്യാത്ത വിനോട്ടൻ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ട. കുറ്റവാളിയായി ഞാൻ അകത്തിടന്നോളാം. ഇവൻ എന്തായി പറയുന്നേ? കുറ്റം ചെയ്തത് പുള്ളിയാണെന്നാ പറയുന്നേ. എന്നോട് പോയി ഭാര്യയും കുഞ്ഞിനെ സംരക്ഷിക്കാനാ പറയുന്നത്. വിനു, പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾ ഇനി സെല്ലി കിടക്കേണ്ട കാര്യമില്ല. തുറന്നു വിടാൻ ഓർഡർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്തു പോവാം. ഇങ്ങോട്ട് ഇറങ്ങണ. പൊട്ടനായതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത്. ഇങ്ങോട്ട് ഇറങ്ങണ. പൊട്ടനെന്നൊരു വാക്കിന് മിണ്ടിപ്പോരുത്. കുറവുകളില്ലാത്ത ഒരു മനുഷ്യനും ജനിക്കുന്നില്ല എന്ന് ഓർക്കണം. നടക്കോട്. നിന്നോട് പറഞ്ഞു മനസ്സിലായില്ലടാ. നടക്കോ. വേണ്ട, വിട്, ഞാൻ പറഞ്ഞോളാം. വിനുവേട്ടാ, പറയുന്നതൊന്നും അനുസരിക്ക്. അവരവരുടെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്. ഇനിയും ഇങ്ങോട്ട് തള്ളിക്കറി വരാൻ നിൽക്കരുത്. പൊയ്ക്കോ. കരയരുത്. ഇത് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ. അതിന് പകരക്കാരില്ല. അച്ഛനമ്മമാരെയും അച്ഛമ്മയും ആശ്വസിപ്പിക്കണം. വന്ദനയ്ക്കും നിയമോക്കും കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. മതി മതി മതി. വല്ലപ്പോഴൊക്കെ വന്ന് കാണാൻ അനുവദിക്കും. അപ്പൊ വന്നാ മതി.
ഇങ്ങോട്ട് വാ. വരൂ, വരാൻ. ചെല്ലു വിനോട്ട്. വാ.